ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അരിയുണ്ടയാണ്. അതിനായിട്ട് 1/4 കപ്പ് അരി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ സാധാരണ നമ്മൾ ചോറ് വയ്ക്കാൻ എടുക്കുന്ന വൈറ്റ് റൈസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒരു 2-3 പ്രാവശ്യം നന്നായി കഴുകി വെള്ളം വാർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മട്ട അരി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും നമ്മുടെ അരി ഉണ്ടയ്ക്ക്. അപ്പോൾ ഞാൻ മട്ട റൈസ് ഇല്ലാത്തതുകൊണ്ടാണ് വൈറ്റ് റൈസ് എടുത്തിട്ടുള്ളത്. ഇനി അതൊരു ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അങ്ങനെ നമ്മൾ റൈസ് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ റൈസ് വറുത്തെടുക്കാനായിട്ട് ഇതുപോലുള്ള ചീഞ്ചട്ടി ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. നോൺ സ്റ്റിക്ക് പാൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ സ്ക്രാച്ച് വീഴാനും അത് കംപ്ലൈൻറ്റ് ആവാനും ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇനി ഇത് തണുക്കുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിലോട്ട് 1 കപ്പ് നാളികേരം ചിരകിയതും 1/4 കപ്പ് ശർക്കര പൊടിയും ചേർത്ത് കൊടുക്കാം. ശർക്കര ഗ്രേറ്റ് ചെയ്തിട്ടായാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ 1/4 കപ്പ് എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരും മധുരത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ നാളികേരത്തിൻ്റെയും ശർക്കരയുടെയും മിക്സ് റെഡി ആയിട്ടുണ്ട്. അതൊരു ബൗളിലാക്കി മാറ്റി വയ്ക്കാം. പിന്നീട് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരിയെല്ലാം നന്നായി തണുത്ത് വന്നതിന് ശേഷം മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അരിയെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും 2 ടീസ്പൂൺ അരി ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ആ അരിയുണ്ട ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ഇങ്ങനെ മാറ്റി വയ്ക്കുന്ന നിർബന്ധമൊന്നുമില്ല. റോൾ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം ബാക്കിയുള്ള അരിപ്പൊടിയെല്ലാം നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരയും നാളികേരവും ചേർത്തിട്ടുള്ള മിക്സ് അരി പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഇപ്പോൾ മധുരം കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പം കൂടി ശർക്കര ഗ്രേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ശർക്കര പൊടിയോ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓരോരുത്തർക്കും ചിലപ്പോൾ മധുരം 1/4 കപ്പ് ചേർത്താൽ അത്ര മധുരം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അല്പം കൂടി മധുരം ഒരു 2 ടേബിൾ സ്പൂൺ കൂടി മധുരം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നന്നായി കൂട്ടി തിരുമ്പി എടുക്കണം. ആ നാളികേരവും അതുപോലെ ശർക്കരയും ഒക്കെ നന്നായിട്ട് ആ അരി പൊടിച്ചതിലേക്ക് യോജിച്ച് വരണം. അങ്ങനെ നന്നായി കുഴച്ചെടുക്കുക. പിന്നെ നാളികേരം ഇങ്ങനെ ഉണങ്ങിയത് പോലെയുള്ളത് പാടില്ല. കാരണം അപ്പോൾ നമുക്കിതുപോലെ ഇത്രയും എളുപ്പത്തിൽ കുഴച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് നാളികേരം നല്ല ഫ്രഷ് ആയിട്ടുള്ള നാളികേരം തന്നെ എടുക്കാൻ നോക്കുക. നല്ല നാളികേരം തന്നെ എടുക്കണം. അപ്പോഴാണ് നമ്മുടെ അരിയുണ്ട നല്ല ടേസ്റ്റായിട്ടിരിക്കുക. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ശർക്കര മെൽറ്റ് ചെയ്തിട്ട് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും നമുക്ക് ഒഴിച്ച് ഉരുട്ടാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്നും കുറച്ച് മാവ് എടുത്തിട്ട് നമുക്ക് കയ്യിൽ വെച്ചത് ഇതുപോലെ ഇങ്ങനെ അമർത്തി പ്രസ് ചെയ്ത് കുഴച്ച് നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ആദ്യത്തെ നമ്മുടെ അരിയുണ്ട റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇനി ഇതവിടെ മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള അരിയുണ്ടയും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് റോൾ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ കുറച്ച് മാവ് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ചിങ്ങനെ പ്രസ് ചെയ്തെടുക്കണം. അപ്പോഴാണ് അത് പൊട്ടിപ്പോവാതെ നല്ല ബോൾ പോലെ നമുക്ക് കിട്ടാം. അപ്പോൾ അത് നന്നായി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ആദ്യം. അതിന് ശേഷം നമുക്ക് കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി റോൾ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ഇങ്ങനെ ബോൾ പോലെ നമുക്ക് കിട്ടും ഈ അരിയുണ്ട. നല്ല രസമാണ്. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതിൻ്റെ വലിപ്പവും നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയ ബോൾസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ എനിക്കൊരു 10 അരിയുണ്ടയാണ് കിട്ടിയത്. നാളികേരം നമ്മൾ ചൂടാക്കിയിട്ടല്ല ഇതിൽ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒത്തിരി ദിവസമൊന്നും ഇരിക്കില്ല. എങ്കിലും നമുക്ക് പെട്ടെന്നൊക്കെ എടുത്ത് കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കുന്ന വളരെ എളുപ്പത്തിൽ ടേസ്റ്റിയുള്ള ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.